ഡൽഹി തെരഞ്ഞെടുപ്പ് റിസൾട്ടുമായി ബന്ധപ്പെട്ടിട്ട് രാജ്യം മുഴുവനും അതുപോലെ തന്നെ സംസ്ഥാനം മുഴുവനും ഒക്കെ രാഷ്ട്രീയമായിട്ടുള്ള വലിയ ചർച്ചകൾ നടക്കുന്ന ദിവസമാണ്. നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരുന്ന ഒരു ക്രൈം അത് പിടിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരാഴ്ച കാലത്തിലേറെയായി അതിലിരയാക്കപ്പെട്ട പതിനായിരക്കണക്കിന് സാധാരണക്കാരായ മനുഷ്യർ, അത് അവരെ പകുതി വിലയ്ക്ക് ഏറ്റവും ആവശ്യമെന്ന് തോന്നിപ്പിക്കുന്ന വസ്തുക്കൾ, വീട്ടുപകരണങ്ങൾ, പഠനോപകരണങ്ങൾ അടക്കം വിതരണം ചെയ്യാം എന്നേറ്റ് പലരിലൂടെയും അതിന് തുക സമാഹരിച്ച് അത് ആദ്യഘട്ടങ്ങളിലൊക്കെ വിതരണം ചെയ്യുകയും അങ്ങനെ ഒരു വിശ്വാസ്യത നേടിയെടുക്കുകയും പിന്നീട് അതൊരു മണി ചെയിനിൻ്റെ മോഡലാണോ അതോ CSR എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള അർത്ഥത്തിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളിലെ ഇന്ത്യയിൽ വിറ്റുവരവും ഇന്ത്യയിൽ ക്രയവിക്രയങ്ങളും നടത്തുന്ന കമ്പനികൾ സമൂഹത്തിൽ ഇടപെടേണ്ടുന്നതിൻ്റെ മാതൃക എങ്ങനെയായിരിക്കണം എന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് നിഷ്കർഷിക്കുന്ന വിധത്തിൽ അത് വിനിയോഗിക്കണം എന്നുള്ളതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഓരോ കമ്പനിയും ഏറ്റെടുക്കേണ്ട സാമൂഹിക ഉത്തരവാദിത്തമാണ് CSR എന്നുള്ള വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ നമ്മളതിനെ മനസ്സിലാക്കുന്നതൊക്കെ. പക്ഷേ അതിനെ ഒരു തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും ഒക്കെ രീതിയിലേക്ക് മാറ്റിയെടുക്കുന്ന പല മോഡലുകളും ഇന്ന് സമൂഹത്തിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു പക്ഷേ അതിനെയൊക്കെ അതിസമർത്ഥമായി വിനിയോഗിക്കാൻ ഒരാൾക്ക് സാധിച്ചു എന്നും അയാൾ പല രാഷ്ട്രീയ നേതൃത്വങ്ങളെയും പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന BJPയുടെ അധികാരത്തിൽ ഇരിക്കുന്ന മനുഷ്യരുമായിട്ട്, കേരളത്തിൽ നിന്നുള്ള ആളുകളുമായിട്ട് ഇടനില നിന്നുകൊണ്ട് തന്നെ നേടിയെടുത്ത പ്രധാനമന്ത്രി വരെ നീളുന്ന ചില കണ്ണികളുമൊക്കെ വെച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഫണ്ട് നിർബന്ധമായും ലഭിക്കുമെന്നും ആ ലഭിക്കുന്ന ഫണ്ടിനനുസരിച്ച് നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നതിന് വേണ്ടി CSR ഫണ്ട് ഉപയോഗിച്ച് ഇത്തരത്തിലൊരു സ്കീം, ഈ ഒരു സ്കീം തന്നെ ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്, ഈ തട്ടിപ്പിൻ്റെ സ്കീം പകുതി വിലയ്ക്ക് കൊടുക്കുക എന്നുള്ള സ്കീം അദ്ദേഹം ആവിഷ്കരിക്കുകയും ചെയ്തു. അതായത് അദ്ദേഹത്തിന് വേണമെങ്കിൽ 20% വില മാത്രം വാങ്ങിക്കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ 80%, 20% മാത്രം CSR ഫണ്ടിൽ നിന്ന് കൊടുക്കാമെന്ന് പറയായിരുന്നു. എന്തുകൊണ്ടോ ഇതിൻ്റെ ഏറ്റവും മികച്ച തട്ടിപ്പ് മോഡൽ പകുതി വില ഇതിൻ്റെ ഗുണഭോക്താക്കളായി രജിസ്റ്റർ ചെയ്യുന്ന ആളും പകുതി വില ഈ CSR ഫണ്ടും എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഒരു മെച്ചമായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു നടപടിക്ക് അയാളെ പ്രേരിപ്പിച്ചത്. പക്ഷേ ഇതിനെയൊക്കെ വെല്ലുന്ന രീതിയിൽ പെരിന്തൽമണ്ണയിൽ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജനപ്രതിനിധിയായ ശ്രീ നജീബ് കാന്തപുരം തന്നെ നേരിട്ട് നേതൃത്വം കൊടുക്കുന്നതിൻ്റെ ഒരു മോഡൽ മലയാളികളുടെ മുന്നിൽ വലിയ പ്രചാരമൊന്നുമില്ലെങ്കിലും പെരിന്തൽമണ്ണക്കാർക്കിടയിൽ ഒരു തരംഗം എന്ന് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്ന പോലെ നാടിനെ ഉദ്ധരിക്കാൻ, ജനങ്ങളെ ബോധവാന്മാരാക്കാൻ, ജനങ്ങൾക്ക് അൺടു ദി ലാസ്റ്റ് എന്നാണ് അദ്ദേഹം പ്രയോഗിക്കുന്നത്. അദ്ദേഹം പത്രസമ്മേളനത്തിലും ആവർത്തിച്ച് പറഞ്ഞു കണ്ടു, അവസാനത്തെ ആൾ വരെ. അദ്ദേഹം ഈ പ്രയോഗം കടമെടുത്തത് പോലും ഗാന്ധിജിയെ കൂട്ടുപിടിച്ച് ഒരു തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ മറയാക്കാൻ വേണ്ടി ഗാന്ധി ജയന്തി ദിനത്തെയൊക്കെ, സ്വാതന്ത്ര്യ ദിനത്തെ, റിപ്പബ്ലിക് ദിനത്തെയൊക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ തന്നെ ടൈം ലൈൻ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അൺടു ദി ലാസ്റ്റ് എന്ന് പറഞ്ഞ് ഗാന്ധിയെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു പുസ്തകത്തിൻ്റെ ആശയത്തെ ഏറ്റവും അവസാനത്തെ മനുഷ്യൻ്റെ വരെ ഉദാഹരണം കൊണ്ടാണ് ഒരു സമൂഹം മെച്ചപ്പെടുന്നത് എന്നുള്ള കാഴ്ചപ്പാടിനെയൊക്കെ സമർത്ഥമായി ദുരുപയോഗം ചെയ്തൊരു ജനപ്രതിനിധിയുടെ കള്ളി വെളിച്ചത്തായത് ഈ പറയുന്ന നേരത്തെ സൂചിപ്പിച്ച പകുതി വിലയ്ക്ക് എന്ന മോഡസ് ഓപ്പറാൻഡിയിൽ അനന്തു കൃഷ്ണൻ തുടങ്ങി വെച്ച ഒരു തട്ടിപ്പിന് CSR എങ്ങനെയാണോ മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ കരസ്ഥമാക്കിക്കൊണ്ടിരുന്നത് അതിൻ്റെ അതേ പകർപ്പ് തന്നെയാണ് NGO കോൺഫെഡറേഷൻ എന്ന് പറയുന്ന അനന്തുവിൻ്റെ സംഘടനയും എന്ന് മനസ്സിലാക്കിയ പ്രിയപ്പെട്ട നജീബ് കാന്തപുരം പെരിന്തൽമണ്ണ മോഡലിലേക്ക് വരുമ്പോൾ ആ പദ്ധതിയെ സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം കുറേ ഉരുണ്ട് കളിച്ചു. ഈ പുതിയ തലമുറയുടെ ഭാഷ കടമെടുത്ത് പറയുകയാണെങ്കിൽ അങ്ങ് മെഴുകുകയായിരുന്നു. ആ മെഴുക്ക് നമുക്ക് അത്യാവശ്യം മറ്റുള്ളവരുടെ മേത്തേക്കൊക്കെ കറ തെറിപ്പിക്കുന്ന വിധത്തിലൊക്കെ ആയി എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ ചോദ്യങ്ങളൊന്നും നേരിടാൻ ധൈര്യം കാണിക്കാതെ ഉരുണ്ട് കളിച്ച് വന്നവർക്ക് ചായയും കാപ്പിയും ഒക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടുവെങ്കിൽ ലീഗ് ഓഫീസിൽ, പെരിന്തൽമണ്ണ ലീഗ് ഓഫീസിൽ ഒരുപക്ഷെ MLA ആയതിനു ശേഷം ആദ്യമായി ഇത്രയധികം
കോൺഗ്രസ്സുകാരെയും ലീഗുകാരെയും അദ്ദേഹം ആദ്യമായിട്ടായിരിക്കും ഒരുമിച്ച് കാണുന്നത്. ഇതുവരെയൊന്നും അദ്ദേഹത്തിന് അത്ര താല്പര്യമില്ലായിരുന്നു. കാരണം മുദ്രയുടെ പേര് പറഞ്ഞ് അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു ക്രെഡിറ്റ് എടുത്തിരുന്നത്. മുദ്രയുടെ പേര് പറഞ്ഞ് അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നത്. അന്നൊന്നും ഓർമ്മയുണ്ടാവാതെ പോയ പാവം ലീഗുകാരെയും കോൺഗ്രസ്സുകാരെയും ഒക്കെ ഇന്ന് നിരത്തി ഇരുത്തി അവരുടെ ഒക്കെ പിൻബലത്തിലാണ് ഞാൻ രാഷ്ട്രീയമായിട്ട് ഇതിനെ നേരിടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ലൈവ് കഴിയുന്നതോടുകൂടി കൂടെയുള്ള ബാക്കി ലീഗുകാരും കോൺഗ്രസ്സുകാരും കൂടി താങ്കളെ കൈയൊഴിയും. അതാണ് താങ്കളുടെ മെഴുകൽ കൊണ്ട് നിന്നുണ്ടാവുന്ന ഒരേ ഒരു ഗുണമെന്നാണ് ഖേദപൂർവ്വം അറിയിക്കാനുള്ളത്. കാരണം താങ്കൾ അതിസമർത്ഥമായി ഇന്ന് കേരള പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ രാഷ്ട്രീയത്തിൻ്റെ ലേബലിൽ താങ്കൾക്ക് രക്ഷ കിട്ടും എന്നുള്ളത് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. ഇല്ല മിസ്റ്റർ നജീബ് കാന്തപുരം, താങ്കൾ ഒറ്റയ്ക്കാണ് ഈ കുറ്റം ചെയ്തത് എങ്കിൽ താങ്കളുടെ കൂട്ടുപ്രതികളായി താങ്കളുടെ ഈ പറയുന്ന ക്രൈം സിൻഡിക്കേറ്റിലെ ആളുകൾ മാത്രമായിരുന്നു അതിലുണ്ടായിരുന്നത് എങ്കിൽ അതിൻ്റെ കറ, അതിൻ്റെ പാവം കോൺഗ്രസ്സുകാരുടെയും ലീഗുകാരുടെയും തലയിൽ കെട്ടിവെച്ച് UDFന്റെ കവചം, രക്ഷാകവചം തീർത്തുകൊണ്ട് താങ്കൾ അതിൽ നിന്ന് രക്ഷപ്പെടും എന്ന് വിചാരിക്കേണ്ട. അത് ഏറിയാൽ അരമണിക്കൂറിനുള്ളിൽ താങ്കൾക്ക് ലീഗ് തരുന്ന രാഷ്ട്രീയ സംരക്ഷണം എന്നേക്കുമായി അവസാനിപ്പിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. കാരണം ലീഗിന് BJP ആയിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ലീഗുകാർ പിന്നെ സമ്മതിക്കേണ്ട ആവശ്യം വരുമോ? വരില്ല. നമുക്ക് ആ വിഷയം ഏറ്റവും അവസാനത്തേക്ക് കൊണ്ടുവരാം. നജീബ് കാന്തപുരത്തിന് മാത്രമേ BJP ആയിട്ട് ബന്ധമുള്ളൂ എന്ന് ലീഗുകാർ തന്നെ തള്ളി പറഞ്ഞാൽ പ്രശ്നം തീർന്നൂല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിഷയങ്ങളിലേക്ക് ഓരോന്നോരോന്നായി വരാം.